ഇതെന്താണെന്ന് മനസ്സിലായോ? ഇന്ന് പറമ്പുന്നേ ജൗഹർ പറിച്ചു കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അവന് കൊണ്ടുവന്ന് തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേ, താത്ത അച്ചാറുണ്ടാക്കണ ഇഞ്ചിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്ത് പൊട്ടിച്ച് നോക്കി. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, മാങ്ങയുടെ മണം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാങ്ങഞ്ചിയാണ് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കേ കുറച്ച് ഓർക്കാപ്പുളി കൂടി പറിക്കാം. മരത്തിലിങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഓർക്കാപ്പുളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇരുമ്പൻ പുളിയാണ് കേട്ടോ. ഇത് പറിച്ചു കൊണ്ടുവരാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നോമ്പിൻ്റെ മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്തേ അവിടെ അടുത്ത വീട്ടിലുള്ള നബീസ് താത്ത വന്നിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോഴേ അവർ കൈക്കോട്ടെടുത്ത് കൊണ്ടുപോയിട്ട് പറമ്പിന്ന് കുറച്ച് മാങ്ങഞ്ചി പറിച്ചു കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കണമല്ലേ എന്ന് പറഞ്ഞു. അച്ചാറൊന്നും അല്ല കുഞ്ഞോ, ഇതോട്ടുണ്ട് ഒരു സമ്മന്തി ഉണ്ടാക്കൽ. ആ സമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ മുന്നൊന്നും കഞ്ഞിൻ്റെ മുന്നൊന്നും എന്നെ വലിച്ചിട്ടജ് നീക്കൂല, അത്രക്കും ചാതാണ് എന്ന്. ചാത് എന്ന് കേട്ടപ്പോൾ ലിനിമോള് വിചാരിച്ചിരിക്കണം അതൊരു വിഭവമാണ് എന്ന്. അപ്പം ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതെ പണ്ടുള്ള ആളുകളൊക്കെ നല്ല രുചി എന്നുള്ളതിന് പറയുന്നതാണ് ചാത് എന്നുള്ളത്. അപ്പം ഞാനത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി കളയുന്നത് നിങ്ങൾ കണ്ടില്ലേ, ചെറുതായി മുറിച്ചതും കണ്ടു. പിന്നെ മിക്സിയുടെ ചെറിയ ജാറിൽ തേങ്ങയും ഉണക്കൽ മുളകും ഓർക്കാപ്പുളിയും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കറക്റ്റ് അളവ് എത്രയെന്നുള്ളത് തസ്നി ബഷീർ എന്നെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണട്ടോ. എൻ്റെ പൊന്നോ, അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നബീസ് താത്ത പറഞ്ഞ ആ ചാത് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കിത് തയ്യാറാക്കുമ്പോൾ മനസ്സിലാവും. അത്രക്കും ചാതാണ് ഈ ചമ്മന്തി കേട്ടോ.